പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷമുള്ള കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ അടുത്ത സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചാണ്. സ്മാക്ഡൗൺ എപ്പിസോഡിൽ വുമൻസ് ചാമ്പ്യനായ നയ ജാക്സ്, അതുപോലെ തന്നെ ബെയ്ലി, നയോമി, മിസിസ് മണി ഇൻ ദ ബാങ്കായ ടിഫനി സ്ട്രാറ്റൻ തുടങ്ങിയവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെഗ്മെൻറ്റും അടുത്ത സ്മാക്ഡൗണിലേക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റിപ്പുലേഷൻ ആഡ് ചെയ്തിട്ടുള്ള ഒരു മത്സരവും കൺഫേം ചെയ്തിട്ടുണ്ട്. അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിൽ നയ ജാക്സും ടിഫനി സ്ട്രാറ്റനും ടാഗ് ടീം ആയിക്കൊണ്ട് അവർ നേരിടുന്നത് ബെയ്ലിയെയും നയോമിയെയുമാണ്. മത്സരത്തിൻ്റെ സ്റ്റിപ്പുലേഷൻ എന്ന് പറയുന്നത് ഈ നയ ജാക്സ്, ടിഫനി തുടങ്ങിയവർക്കെതിരെ ബെയ്ലി, നയോമി തുടങ്ങിയവരുടെ ടീം വിജയിക്കുകയാണെങ്കിൽ ആരാണ് ആ ഒരു വിജയം ടീമിന് നേടിക്കൊടുക്കുന്നത്, ആ റെസ്ലറിന് നയ ജാക്സിൻ്റെ ചാമ്പ്യൻഷിപ്പിന് ചലഞ്ച് ചെയ്യാൻ സാധിക്കും. ഇനി അഥവാ നയ ജാക്സ്, ടിഫനി സ്ട്രാറ്റൻ തുടങ്ങിയവരുടെ ടീമിൽ ആണ് വിജയിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവർ വിജയിക്കുന്നത്? ഇപ്പോൾ നയോമിയെ സബ്മിഷനിലൂടെ പരാജയപ്പെടുത്തിയിട്ടോ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിയിട്ടോ നയ ജാക്സിൻ്റെ ടീം വിജയിച്ചു എന്ന് കരുതുക. അപ്പോൾ പെർമനൻ്റ്ലി സ്മാക്ഡൗൺ എന്ന ബ്രാൻഡിൽ നിന്ന് നയോമി പിന്നീട് മാറണം എന്നുള്ളതാണ് നയ ജാക്സ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു സ്റ്റിപ്പുലേഷൻ. മത്സരം ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആണ്. ആ ഒരു ടാഗ് ടീം മത്സരം അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻ്റ് ആകാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ കാർമേലോ ഹെയ്സ് വേഴ്സസ് ആൻഡ്രാഡെ തമ്മിലുള്ള ഇവരുടെ സ്റ്റോറി ലൈൻ പ്രകാരമുള്ള അഞ്ചാമത്തെ മത്സരം നമുക്ക് കാണാൻ സാധിച്ചു. അതിഗംഭീരമായിട്ടുള്ള പ്രകടനമായിരുന്നു രണ്ട് റെസ്ലേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ LA നൈറ്റിനെ ചലഞ്ച് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ എല്ലാവിധ സൂചനകളും നൽകിക്കൊണ്ടാണ് മത്സരം ആരംഭിച്ചത്. മത്സരത്തിൽ കർമേലയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആൻഡ്രാഡെ വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരശേഷം LA നൈറ്റ് വന്നിട്ട് ആൻഡ്രാഡയ്ക്ക് ആ ഒരു ചാമ്പ്യൻഷിപ്പ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിലേക്കാണ് ഈ ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുള്ളത്. ഈ സ്മാക്ഡൗൺ എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ള ഒരു ഡിജിറ്റൽ എക്സ്ക്ലൂസീവ് വീഡിയോയിൽ കാർമേലോ ഹെയ്സുമായിട്ടുള്ള എല്ലാവിധ സ്റ്റോറിയും അവസാനിച്ചെന്നും തൻ്റെ അടുത്ത ലക്ഷ്യം ചാമ്പ്യൻഷിപ്പ് ഗോൾഡ്, തൻ്റെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് വീണ്ടെടുക്കുക എന്നുള്ളതാണെന്നും ആൻഡ്രാഡെ പറയുന്നുണ്ട്. LA നൈറ്റും ഒട്ടും വിട്ടുകൊടുക്കാത്ത റെസ്ലറാണ്. അപ്പോൾ ഒരു ഗംഭീര മത്സരം നമുക്ക് അടുത്ത സ്മാക്ഡൗണിൽ പ്രതീക്ഷിക്കാം. ഈ മത്സരത്തെ സംബന്ധിച്ചുള്ള ചെറിയൊരു പ്രൊഡിക്ഷൻ പങ്കുവെക്കാനുള്ളത്, കാർമേലോ ഹെയ്സിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് നമുക്ക് മത്സരത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി വരുന്ന ഏതെങ്കിലും ഒരു ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റിലോ അല്ലെങ്കിൽ ഒരു സ്മാക്ഡൗൺ എപ്പിസോഡിലോ ഈ മൂന്ന് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരം ചാമ്പ്യൻഷിപ്പിന് വേണ്ടി നടക്കാൻ സാധ്യതകളേറെയാണ്. മറ്റൊരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ്, നിലവിലെ WWE ടാഗ് ടീം ചാമ്പ്യന്മാരായ ദി ബ്ലഡ് ലൈൻ എന്ന ഫാക്ഷനിലെ ടോങ്ക ലോവ തുടങ്ങിയവർക്കുള്ള ഒരു വെല്ലുവിളി DIY എന്ന് പറയുന്ന ടീം ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട്. സ്മാക്ഡൗൺ എപ്പിസോഡ് കഴിയുന്നതിന് ശേഷമുള്ള ഡിജിറ്റൽ എക്സ്ക്ലൂസീവ് വീഡിയോയിലാണ് ബ്ലഡ് ലൈൻ്റെ അടുത്ത എതിരാളികളായി DIY തന്നെ വരും എന്നുള്ളതിൻ്റെ എല്ലാവിധ സൂചനകളും അവർ നൽകിയിട്ടുള്ളത്. അപ്പോൾ DIY പങ്കുവെക്കുന്ന വീഡിയോ ഫുട്ടേജിൽ നിന്ന് ബ്ലഡ് ലൈനെതിരെ അവർ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ NXTയിലടക്കം ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഫാക്ഷൻ പോയിട്ട് സ്ട്രീറ്റ് പ്രോഫിറ്റിനെയും അവിടുത്തെ NXT ടാഗ് ടീം ചാമ്പ്യന്മാരെയും ആക്രമിച്ചത് അത് ടാഗ് ടീം ഡിവിഷനെ സംബന്ധിച്ച് വലിയ ഒരു കാര്യമാണെന്നും ഞങ്ങൾ സ്ട്രീറ്റ് പ്രോഫിറ്റിനും NXTയിലെ ടാഗ് ടീം ചാമ്പ്യന്മാർക്കും വേണ്ടിയിട്ടാണ് ബ്ലഡ് ലൈനെതിരെ ഇനി മത്സരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നും ടാഗ് ടീം ഡിവിഷനെ കൊണ്ടുവരണം എന്നുള്ള ഒരു അഭിപ്രായം DIY പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ DIYയിലെ ഈ ജോണി ഗർഗാനോ, ടൊമാസോ ചിയാമ്പ തുടങ്ങിയവർ കുറച്ചും കൂടി സീരിയസ് ആയി മത്സരത്തെ കാണുന്നു. ഈ ടാഗ് ടീം മത്സരം നമുക്ക് ഇനി വരുന്ന സ്മാക്ഡൗണിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള സ്മാക്ഡൗണിലോ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മറ്റൊരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് റാൻഡി ഓർട്ടൻ്റെ തിരിച്ചുവരവിനെ സംബന്ധിച്ചാണ്. നമുക്ക് എല്ലാവർക്കും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാഗ് ടീം മത്സരത്തിലെ മിസ്റ്ററി പാർട്ണറെ തന്നെയാണ് നമുക്കിന്നും കാണാൻ സാധിച്ചത്. കെവിൻ ഓവൻസ്, റാൻഡി ഓർട്ടൻ തുടങ്ങിയവർ ടീമായിക്കൊണ്ട് ടൗൺ ഡൗൺ അണ്ടർ എന്ന് പറയുന്ന ടീമിനെ നേരിടുന്നതും അവരെ പരാജയപ്പെടുത്തുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. റാൻഡി ഓർട്ടനും കെവിൻ ഓവൻസും ഈ ഓസ്റ്റിൻ തിയറി, ഗ്രേസൺ വോളർ തുടങ്ങിയവർക്കെതിരെയുള്ള സ്റ്റോറിയിൽ നിന്ന് മാറണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം ഓസ്റ്റിൻ തിയറി, ഗ്രേസൺ വോളർ തുടങ്ങിയവർക്ക് കൃത്യമായിട്ടുള്ള ഒരു TV ടൈമൊക്കെ കൊടുത്ത് അവരെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്തോ അവരുടെ ആ ഒരു സ്റ്റോറി നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന ആ ഒരു പാറ്റേണിൽ നിന്ന് ഒരു വ്യത്യാസം വരാത്തത് കൊണ്ട് തന്നെ ആവർത്തനം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ആവർത്തനം ഫീൽ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് ഷോ കാണാനുള്ള ഒരു മടുപ്പ്, പ്രത്യേകിച്ച് ഇവരുടെ മത്സരവും സെഗ്മെൻറ്റും കാണാനുള്ള ഒരു മടുപ്പ് ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും കെവിൻ ഓവൻസ്, റാൻഡി ഓർട്ടൻ തുടങ്ങിയവർ ഈ ഒരു സ്റ്റോറി ലൈനിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അവരുടേതായ ഒരു സ്റ്റോറി, ടാഗ് ടീം സ്റ്റോറി ആണെങ്കിൽ അത് മറ്റൊരു ടാഗ് ടീമിനെതിരെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു സ്റ്റോറി നമുക്ക് സ്മാക്ഡൗണിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കാണാമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
അവസാനമായി പങ്കുവെക്കാനുള്ള സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് അടുത്ത പ്രീമിയം ലൈവ് ഇവൻ്റായ ബാഡ് ബ്ലഡ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ റോമൻ റീൻസിൻ്റെ ടാഗ് ടീം പാർട്ണറായി അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സ് വരാനുള്ള കാരണം യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. സ്മാക്ഡൗൺ എപ്പിസോഡ് USA നെറ്റ്വർക്കിന് കീഴിലേക്ക് പ്രീമിയർ ചെയ്യപ്പെടുന്ന ആദ്യ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആദ്യ മത്സരമായി നടന്നത് സ്റ്റീൽ കേജ് മത്സരമാണ്. അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. അതിഗംഭീര പ്രകടനത്തോടു കൂടി കോഡി റോഡ്സ് സോളോ സിക്കോവയെ പരാജയപ്പെടുത്തി കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്തു. അതിനുശേഷം ബ്ലഡ് ലൈൻ ഗ്രൂപ്പ് ഒന്നടങ്കം വന്ന് കോഡിയെ ആക്രമിക്കുമ്പോൾ അവിടെ ബ്ലഡ് ലൈനെതിരെ പോരാടാൻ വേണ്ടിയിട്ടാണ് റോമൻ റീൻസ് വരുന്നത്. ചെറിയ രീതിയിൽ കോഡി റോഡ്സിൻ്റെ ഒരു സഹായം റോമൻ റീൻസിന് ലഭിക്കുന്നുണ്ട്. ഇരുവരും ഫേസ് ടു ഫേസ് നിൽക്കുന്നതും പിന്നീട് ബാഡ് ബ്ലഡ് എന്ന് പറയുന്ന ഈ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് കോഡിയെയും റോമനെയും ഒരുമിച്ച് ഒരു ടാഗ് ടീം മത്സരത്തിന് സോളോ സിക്കോവ ഒരു ചലഞ്ച് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. മത്സരം നിക്ക് ഓൾഡിസിനോട് ചോദിച്ചു വാങ്ങുന്നതും സോളോ സിക്കോവയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ റോമനും കോഡിയും ഒരുമിച്ച് നിൽക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു റെസ്ലറിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു അറ്റാക്ക് നടത്താം എന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു സോളോയ്ക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ സ്മാക്ഡൗണിൽ അവരുടെ തന്ത്രം നല്ല രീതിയിൽ പോയില്ല. കാരണം മെയിൻ ഇവൻറ്റിലെ സെഗ്മെൻറ്റിൽ റോമൻ റീൻസും കോഡി റോഡ്സും തമ്മിലുള്ള ആ ഒരു ഫൈറ്റിൻ്റെ സൂചനകൾ നൽകിയെന്നുണ്ടെങ്കിലും അവിടേക്ക് വന്ന ബ്ലഡ് ലൈൻ ഗ്രൂപ്പിന് അവരുടെ തന്ത്രങ്ങൾ കൃത്യമായി മെനയാൻ സാധിച്ചില്ല. ആദ്യം ടമ ടോങ്കയെയും ടോങ്ക ലോവയെയും ആക്രമിച്ച് ബ്ലഡ് ലൈനെതിരെയുള്ള ആ ശത്രുത ഇവർ നിലനിർത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന അതേ ഒരു തന്ത്രമാണ് ഇവിടെ റോമനും കോഡിയും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോഡിയും റോമനും ടാഗ് ടീം ആകുന്നത് ബ്ലഡ് ലൈനെതിരെ പോരാടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ മുഖ്യ കാരണമായിട്ട് എനിക്ക് പങ്കുവെക്കാനുള്ള ഒരു പോയിന്റ് ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഫാക്ഷനെയും സോളോ സിക്കോവ ജേക്കബ് ഫാറ്റുവിനെയും കുറച്ചും കൂടി റെലവൻ്റായി കാണിക്കുക എന്നുള്ളതാണ്. അതായത് റോമൻ റീൻസ് കോഡി റോഡ്സ് തുടങ്ങിയ സൂപ്പർ താരങ്ങൾക്കെതിരെ കമ്പനിയുടെ മുഖമായി നിൽക്കുന്ന രണ്ട് റെസ്ലേഴ്സിനെതിരെ സ്റ്റോറി ചെയ്യുമ്പോൾ സോളോയ്ക്കും ജേക്കബ് ഫാറ്റുവിനും ബ്ലഡ് ലൈൻ ഗ്രൂപ്പിനും കിട്ടുന്ന ഒരു മൈലേജ് ഉണ്ട്, അവർക്ക് കിട്ടുന്ന ഒരു മൊമെൻറ്റം ഉണ്ട്, ആളുകളുടെ ഒരു അറ്റൻഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു അറ്റൻഷനിലൂടെ സോളോ സിക്കോവ ജേക്കബ് ഫാറ്റു തുടങ്ങിയ ഭാവിയിലെ താരങ്ങളുടെ അവരുടെ ക്യാരക്ടർ വളർത്തുക, അവരുടെ കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു തന്ത്രമാണ് അവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനിൽ കോഡിയെയും റോമനെയും ഒരുമിച്ച് ഇടുന്നത്. കൂടാതെ കോഡി റോഡ്സിനെ ഇപ്പോൾ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു ടാഗ് ടീം പാർട്ണറെ വേണമെങ്കിൽ റോമൻ റീൻസിൻ്റെ ഒപ്പം കൊടുക്കാം. അതായത് ജിമ്മിയെ ഒക്കെ ആഡ് ചെയ്ത് വേണമെങ്കിൽ റോമൻ്റെ ടാഗ് ടീം പാർട്ണറായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോഴും നമുക്ക് ഒരു പ്രശ്നമായിട്ടുള്ളത് റോമൻ റീൻസ് കോഡി റോഡ്സ് തുടങ്ങിയവരുടെ സ്റ്റോറി ഇനി വരാൻ സാധ്യതകളുണ്ടോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ റോമൻ റീൻസ് കോഡി റോഡ്സ് തുടങ്ങിയവർ ടാഗ് ടീം പാർട്ണർ ആകുമ്പോൾ അവരുടെ ആ മത്സരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഇവർക്കിടയിൽ നടക്കാൻ സാധ്യത ഉണ്ടോ എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി എല്ലാ ആരാധകരുടെ മനസ്സിലും ഉണ്ടാകും. അത്തരത്തിലുള്ള ക്യൂരിയോസിറ്റി WWE ഷോകളുടെ വ്യൂവർഷിപ്പ് വർദ്ധിപ്പിക്കും. ആ ഒരു വ്യൂവർഷിപ്പ് വർധനവ് ആ ഒരു ടാഗ് ടീം മത്സരം കൊണ്ട് WWE ഉദ്ദേശിക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് റോമൻ റീൻസിൻ്റെയും കോഡി റോഡ്സിൻ്റെയും ടാഗ് ടീം ആയിട്ടുള്ള മത്സരം ബാഡ് ബ്ലഡിലേക്ക് കൺഫേം ചെയ്യുന്നത്. റോമൻ റീൻസും ഫേസ് ആണ്, കോഡി റോഡ്സും ഫേസ് ആണ്. പക്ഷേ ഇവരുടെയും ഹിസ്റ്ററി എന്ന് പറയുന്നത് തുല്യരായിട്ടുള്ള ശക്തരായിട്ടുള്ള എതിരാളികൾ എന്നുള്ളതാണ്. എന്തായാലും മികച്ച രീതിയിൽ സ്റ്റോറി അവർക്ക് കാണിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് യാതൊരുവിധ കുറ്റവും പറയാൻ സാധിക്കില്ല. മികച്ച രീതിയിൽ അവർ ഈ ഒരു സ്റ്റോറി ഇവിടം വരെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു കണക്ഷൻ ഇപ്പോൾ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.